സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം പ്രൊജക്റ്റീവ് ടെക്നിക്സ് കണ്ടു. ഓരോ ടെക്നിക്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണ് നോക്കാം. സോ ഓരോ ടെക്നിക്സ് ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നോൺ പ്രൊജക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ ഇതേപോലെ പല രീതിയിൽ കളക്ട് ചെയ്ത ഡേറ്റയിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പൊ റേറ്റിംഗ് സ്കെയില്, ഓട്ടോബയോഗ്രഫി, ക്വസ്റ്റനെയർ, ഇന്റർവ്യൂ ചെയ്യുന്നത്, പിന്നെ പേഴ്സണാലിറ്റി ഇൻവെന്ററീസ്, പിന്നെ സിറ്റുവേഷണൽ ടെസ്റ്റ്, ഇതെല്ലാമാണ് എന്ത് നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റിംഗ് സ്കെയിൽ ഇൻവോൾവ്സ് ആൻ ഒബ്സർവർ ഇവാലുവേറ്റിംഗ് ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഓർ ട്രേറ്റ്സ് ഓൺ എ പ്രീ ഡിഫൈൻഡ് സ്കെയിൽ, usually ranging from poor to excellent or never to always. This method is used to assess specific behaviors or characteristics in a structured way. റേറ്റിംഗ് സ്കെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ പറയും, നമ്മൾ ചില ക്വസ്റ്റനെയർ ഒക്കെ കണ്ടാൽ അതിൽ കാണാം മാർക്ക് ഫ്രം 1 to 10, അല്ലെങ്കിൽ നമ്മൾ ഗുഡ് ആണോ, അതായത് എക്സലന്റ് ആണോ, ഗുഡ് ആണോ, ആവറേജ് ആണോ. അപ്പൊ അങ്ങനെ നമ്മൾ റേറ്റ് ചെയ്യുന്നത്, ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ റേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെ റേറ്റ് ചെയ്ത് നമ്മൾ അസസ് ചെയ്യുന്നതിനാണ് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്, രണ്ടാമത്തെ മെത്തേഡാണ് ഓട്ടോബയോഗ്രഫി. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻ ഓട്ടോബയോഗ്രഫി റിക്വയർസ് എൻ ഇൻഡിവിജ്വൽ ടു റൈറ്റ് അബൌട്ട് ദെയർ ഓൺ ലൈഫ് എക്സ്പീരിയൻസസ്, തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്. അതായത് ഒരു ഇൻഡിവിജ്വലിനോട് തന്നെ പറയും എന്ത്, അവരുടെ എക്സ്പീരിയൻസസും തോട്ട്സും ഫീലിംഗ്സും എല്ലാം എഴുതാൻ പറയും. എന്നിട്ടോ ഇറ്റ് ഹെൽപ്സ് അസസ് ദെയർ സെൽഫ് പെർസെപ്ഷൻ, life events and personality traits through the introspection and personal narrative. അതായത് ഒരു ഇൻഡിവിജ്വൽ അയാളെ തന്നെ എങ്ങനെയാണോ എഴുതുന്നത്, അല്ലെങ്കിൽ അയാളെ കുറിച്ച് തന്നെ എങ്ങനെയാണോ പുറത്തേക്ക് ഡെപിക്ട് ചെയ്യുന്നത്, അതിൽ നിന്നും എന്ത് ചെയ്യാം, നമുക്ക് അസസ് ചെയ്യാം അല്ലെ. ആ ഒരു അസസ്മെന്റ് ആണ് ഓട്ടോഗ്രഫി അസസ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് മെത്തേഡ് ആണ് ക്വസ്റ്റനെയർ. ക്വസ്റ്റനെയർ എന്ന് പറയുന്നത് എന്താണ്, എ ക്വസ്റ്റനെയർ ഇസ് എ റിട്ടൺ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് designed to gather information about an individual's behavior, attitude, or personality traits. It's structured and can be used to assess specific aspect of personality in a standardized manner. അപ്പൊ എന്താണ്, ക്വസ്റ്റനെയർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ ഇൻഡിവിജ്വലിന് കൊടുക്കും, ഇൻഡിവിജ്വൽ അത് എന്ത് ചെയ്യും, ആൻസർ ചെയ്ത് തിരിച്ചു തരും. അപ്പം ഈ ക്വസ്റ്റ്യൻസിൽ എന്തുണ്ടാവും, ബിഹേവിയറിനെ കുറിച്ചോ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചോ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ കുറിച്ചോ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഒരു കിട്ടുന്ന ആൻസേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, പേഴ്സണാലിറ്റിയെ അസസ് ചെയ്യും. അതാണ് ക്വസ്റ്റനെയർ മെത്തേഡ് അല്ലെങ്കിൽ ക്വസ്റ്റനെയർ ടെക്നിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇന്റർവ്യൂ ചെയ്യുക. ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, in an interview, the assessor asks a series of questions to understand an individual's personality, motivations and behaviors. അപ്പൊ എന്താണ് ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരിട്ടിരുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആൻസേഴ്സ് കേൾക്കുക അല്ലെ. അപ്പം നേരിട്ടിരുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആൻസേഴ്സ് കിട്ടും. ഈ ആൻസേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഇന്റർവ്യൂ മെത്തേഡ്. അപ്പം സ്ട്രക്ചേർഡ് ഓർ സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഇൻഡിവിജ്വൽസ് റെസ്പോൺസ്, offering a more direct approach to personality assessment. അപ്പൊ ഇന്റർവ്യൂ എന്താണ്, പേഴ്സണാലിറ്റി അസസ്മെന്റിന്റെ ഒരു ടെക്നിക്കാണ്. ഇനി അടുത്തതാണ് പേഴ്സണാലിറ്റി ഇൻവെന്ററീസ്. ഇൻവെന്ററീസ് പറഞ്ഞാൽ എന്താ, ലൈക്ക് ദ MMPI or Big 5 inventory consist of standardized sets of questions that assess different aspects of personality. അതായത് ഇതൊക്കെ എന്താണ്, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഫേമസ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പേഴ്സണാലിറ്റി അസസ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മളെ ക്വസ്റ്റനെയർ പോലെ തന്നെ, പക്ഷേ പെർട്ടിക്കുലർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഇൻവെന്ററീസ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രേറ്റ്സിനെ മെഷർ ചെയ്യും. ആ ഒരു നമ്മുടെ എന്താ പറയുക, ട്രേറ്റ്സ് സച്ചസ് ഏതൊക്കെ ട്രേറ്റ്സിനെയാണ് മെഷർ ചെയ്യുന്നത്, എക്സ്ട്രാവേർഷൻ, ന്യൂറോട്ടിസിസം, ഓപ്പൺനെസ്, ഇതെല്ലാം മെഷർ ചെയ്യും. അതാണ് പേഴ്സണാലിറ്റി ഇൻവെന്ററി ടെക്നിക് എന്ന് പറയുന്നത്. പിന്നെ സിറ്റുവേഷണൽ ടെസ്റ്റ് ആണ് വരുന്നത്. സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷണൽ ടെസ്റ്റ് places individuals in a controlled or simulated situations to observe how they respond to the challenge. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വലിനെ ആക്കിയിട്ട് ആ ഇൻഡിവിജ്വൽ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആ ചലഞ്ചിനെ സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, പേഴ്സണാലിറ്റി അസസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. ഇനി ഈ നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്സിന് രണ്ട് ഡിവിഷൻ കൂടിയുണ്ട്. സം ആർ കോൾഡ് സബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് സം ആർ കോൾഡ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ഇതിൽ വേറൊന്നും ആലോചിക്കാനില്ല. സബ്ജക്റ്റീവ്